ഭാരതത്തിന്റെ വീരപുത്രൻ തോമസ് ചെറിയാന് ഇലന്തൂർ കാരൂർ സെയിന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ പ്രത്യേക കല്ലറയിൽ ഇനി അന്ത്യവിശ്രമം. ആയിരക്കണക്കിന് പേരാണ് 56 വർഷം മുൻപ് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത തോമസ് ചെറിയാനെ അവസാനമായി കാണാനും ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയത്. തോമസ് ചെറിയാനെ പരിചയമുള്ളവരോ കണ്ടവരോ ഓർമ്മയുള്ളവരോ ആരുമായിരുന്നില്ല ഇലന്തൂരിലെ വീട്ടിലേക്കും പള്ളിയിലേക്കും വിലാപയാത്ര കടന്നുപോയ പാതയോരങ്ങളിലേക്കും ഒഴുകിയെത്തിയ ആയിരങ്ങളിൽ ബഹുഭൂരിപക്ഷവും. ജീവിതം രാജ്യത്തിനായി സമർപ്പിച്ച് 56 വർഷങ്ങൾക്ക് മുൻപ് വീരമൃത്യു വരിച്ച ധീരജവാന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നാട് മുഴുവനെത്തി. ഇലന്തൂരിലെ വസതിയിൽ പോലീസ് ഔദ്യോഗിക ബഹുമതികൾ നൽകി ധീരജവാന് യാത്രയയപ്പ് നൽകി. കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലേക്കുള്ള യാത്രയിലും ഭൗതികദേഹം കാണുവാനും ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും നിരവധി പേരാണ് കാത്തിരുന്നത്. മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പള്ളിക്ക് പുറത്ത് തയ്യാറാക്കിയ പന്തലിൽ സൈന്യം ഔദ്യോഗിക ബഹുമതികൾ നൽകി. തോമസ് ചെറിയാനു വേണ്ടി കേന്ദ്ര സർക്കാരും സൈന്യവും നടത്തിയ പ്രവർത്തനങ്ങളെ കാതോലിക്ക ബാബ കത്തിലൂടെ അഭിനന്ദിച്ചു. ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഭാരത സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ഉദാഹരണമാണ് തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ കുടുംബക്കല്ലറയ്ക്ക് പകരം പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് 56 വർഷങ്ങൾക്ക് മുൻപ് വീരമൃത്യു വരിച്ച ധീരസൈനികൻ ഇനി അന്ത്യവിശ്രമം കൊള്ളുക. ഒരു സൈനികന് ജനങ്ങൾ നൽകുന്ന ആദരവും ബഹുമാനവും എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് ഇലന്തൂർ സാക്ഷ്യം വഹിച്ചത്. ജനം, പത്തനംതിട്ട.